നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം അധികം താമസിക്കുന്നില്ല, പെട്ടെന്ന് ചോദ്യത്തിനകത്തേക്ക് കടക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് സ്വാഗതം. താഴെ പറയുന്നവയിൽ തെറ്റേതെന്നാണ്. താഴെ പറയുന്നവ തെറ്റേതെന്നല്ല, താഴെ പറയുന്നവയിൽ തെറ്റേതെന്നാണ്. ദ്വിഘടക സിദ്ധാന്തം സായിയർമാൻ അല്ല കേട്ടോ, ദ്വിഘടക സിദ്ധാന്തം സ്പിയർമാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബി ബഹുഘടക സിദ്ധാന്തം തൊണ്ടേക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സി സംഘഘടക സിദ്ധാന്തം തേഴ്സ്റ്റനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനകത്ത് ശരി ഏത് എന്നുള്ളതാണ്. ഡി എല്ലാം ശരി. അത് ശരി ഏത് എന്നുള്ളതാണ്. വീണ്ടും അതിനകത്ത് അക്ഷരത്തേറ്റ് വന്ന ഭാഗം വീണ്ടും വായിക്കുന്നു. ദ്വിഘടക സിദ്ധാന്തം സ്പിയർമാന്, ബഹുഘടകം തൊണ്ടേക്ക്, സംഘഘടകം തേഴ്സൺ. ഡി എല്ലാം ശരി. ഇതിനകത്ത് താഴെ പറയുന്നതിൽ തെറ്റേത് എന്നാണ് ചോദ്യം. തെറ്റാണ് ചോദ്യം. ഓക്കെ, തെറ്റേതാണ്? എല്ലാം ശരിയാണല്ലേ? എല്ലാം ശരിയാണ്. അപ്പം ഏതാണ്? ദ്വിഘടക സിദ്ധാന്തം സ്പിയർമാനാണ്, ബഹുഘടക സിദ്ധാന്തമാണ് തൊണ്ടേക്കാണ്, സംഘഘടക സിദ്ധാന്തമാണ് തേഴ്സനാണ്. ഓക്കെ, അപ്പം എല്ലാം ശരി എന്നുള്ളതാണ് ഉത്തരം. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന പരിശോധിക്കുക. 1. നാം ആർജിച്ച് എടുത്ത അറിവിനെ പ്രശ്നപരിഹരണ സന്ദർഭങ്ങളിൽ പുനരുപയോഗപ്പെടുത്താനുള്ള നിപുണതയാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. 2. നൈസർഗികമായി ലഭിക്കുന്ന കഴിവാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ഓപ്ഷൻ എ 1, 2 ശരി. ഓപ്ഷൻ ബി 1, 2 തെറ്റ്. ഓപ്ഷൻ സി 1 ശരി 2 തെറ്റ്. ഓപ്ഷൻ ഡി 1 തെറ്റ് 2 ശരി. വീണ്ടും വായിക്കുന്നു. നാം ആർജിച്ചെടുത്ത അറിവിനെ പ്രശ്നപരിഹരണ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനുള്ള നിപുണതയാണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. രണ്ടാമത്തത് നൈസർഗികമായി ലഭിക്കുന്ന കഴിവാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. ഇതിനകത്ത് രണ്ടും ശരിയാണോ രണ്ടും തെറ്റാണോ ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ, ഇത്രയും സമയം മതി. ഏതാണ് ശരി ഉത്തരം? ശരി ഉത്തരം എ ആണ് ഇല്ലേ? ശരി ഉത്തരം എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1ഉം 2ഉം ശരിയാണ്. ഇത് എവിടാണ് വരുന്നത്? എവിടാണ് ഈ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ലിക്വിഡ് ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞവർ? ഖരബുദ്ധി, ദ്രവബുദ്ധി. അതാണ് ബുദ്ധിയുടെ വ്യത്യസ്തപരമായിട്ടുള്ളൊരു സിദ്ധാന്തമാണ് ഖരബുദ്ധി, ദ്രവബുദ്ധി. ഈ ഖരബുദ്ധി, ദ്രവബുദ്ധി എന്നിങ്ങനെ ഈ വ്യത്യസ്തമായ സിദ്ധാന്തം അവതരിപ്പിച്ച വ്യക്തികളുടെ പേരാരാ? റെയ്മണ്ട് കാറ്റൽ ഇല്ലേ? അപ്പം റെയ്മണ്ട് കാറ്റലിൻ്റെ ഖരബുദ്ധി, ദ്രവബുദ്ധി എന്ന് പറയുന്ന ആ പോർഷനിൽ നിന്ന് വന്ന ചോദ്യമാണ്. അത് ഏതാണ്? ടെസ്റ്റിലെ സെയിം ഡയലോഗാണ് ഇവിടെ ഈ ചോദ്യത്തിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം റെയ്മണ്ട് കാറ്റലിൻ്റെ ഖരബുദ്ധി, ദ്രവബുദ്ധി ആ ഭാഗം വായിച്ച് നോക്കുക. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം വായിച്ച് നോക്കുക, ശേഷം ഉത്തരം പറയുക. മൂന്നാമത്തെ ചോദ്യം വായിക്കാം. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 ആയാൽ മാനസിക വയസ്സെത്ര? ഇത് കേറ്റത്തിൻ്റെ അല്ല, ഇത് പഴയ LPSCയുടെ ക്വസ്റ്റ്യനാണ്. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 ആയാൽ അതിൻ്റെ മാനസിക വയസ്സ് എത്ര? LPSCയുടെ ക്വസ്റ്റ്യൻ ആട്ടോ. LPSCയുടെ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അത്. എ 9.8, ബി 9, സി 98, ഡി 0.98. ഓക്കെ, നമ്മുടെ ബുദ്ധി മാനത്തിൻ്റെ അകത്ത് വരുന്ന സാധനമല്ലേ ഇത്? MA/CA × 100. അത് MA എന്ന് പറഞ്ഞാൽ മാനസിക വയസ്സാണ്, /CA അതായത് MA/CA × 100. MA എന്ന് പറഞ്ഞാൽ മാനസിക വയസ്സ്, CA എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഇപ്പോഴുള്ള വയസ്സ് അല്ലെങ്കിൽ കാലിക വയസ്സ്. ഇനി 100 എന്ന് പറഞ്ഞാൽ ആ ശതമാനം കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമാണ് എത്ര കിട്ടിയിരിക്കുന്നത്? 98. അങ്ങനെയാണെങ്കിൽ ഇത് ഏതാണ്? മാനസിക വയസ്സ് എത്രയാണ്? അത് അങ്ങനെ തിരിച്ച് ചെയ്താൽ മതി. തിരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും?
ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 9.8 കിട്ടും. 9.8. ഇത് മാത്സ് ക്ലാസ് അല്ല, സൈക്കോളജി ക്ലാസ് ആണ്. അതുകൊണ്ട് മാത്സ് പരമായിട്ടുള്ള ഞാൻ എക്സ്പ്ലനേഷന് മുതിരുന്നില്ല. ഓക്കെ, ഉത്തരം എ ആണ്. ഓക്കെ, അടുത്ത 4ാമത്തെ ചോദ്യമാണേ. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പ്രസ്താവന പരിശോധിക്കുക, തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ എ, ബുദ്ധിമാപനം ആദ്യമായി കണ്ടെത്തിയത് ആൽഫ്രഡ് ബിനെയാണ്. ബി, ബുദ്ധിമാനം ആൽഫ്രഡ് ബിനെയുടെ സംഭാവനയാണ്. സി, ട്രയർക്കിക് സിദ്ധാന്തം റോബർട്ട് ജെ സ്റ്റേൺബർഗിൻ്റെ സംഭാവനയാണ്. ഡി, ത്രിമുഖ സിദ്ധാന്തം മാനസിക പ്രക്രിയ, ഉള്ളടക്കം, ഉൽപ്പന്നം എന്നിവ ഉൾക്കൊള്ളുന്നു. ഓക്കെ, നല്ല ചോദ്യമാണ്. അപ്പം നമുക്ക് ഏകദേശം ചോദ്യം കാണുമ്പോൾ നമുക്കറിയാം. ഓക്കെ, ഇനി നിങ്ങൾ ഉത്തരം ചെയ്യുക. ഓക്കെ, ഇത്ര സമയം മതി. അപ്പം നിങ്ങൾക്ക് ഏകദേശം ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തൊരു കൺഫ്യൂഷൻ വരും. ഒന്നെങ്കിലേ അല്ലെങ്കിൽ ബി. കാരണം ഒരു പേര് വീണ്ടും ആവർത്തിച്ച് വരും. എപ്പോഴും അങ്ങനെ ആവണം എന്നില്ല കേട്ടോ. അപ്പം ബുദ്ധിമാപനവും ബുദ്ധിമാനവും, ഇതിനകത്ത് ഏതാണ് ആൽഫ്രഡ് ബിനെയുടെ? ആൽഫ്രഡ് ബിനെയുടെ ഏതാണ്? ബുദ്ധിമാപനമാണോ ബുദ്ധിമാനമാണോ? ഓക്കെ, ബുദ്ധിമാപനമാണ് ആൽഫ്രഡ് ബിനെ. അപ്പം ബുദ്ധിമാനം ആരുടെയാ? വില്യം സ്റ്റേൺ. ഒന്നും കൂടി, ബുദ്ധിമാപനം, അതായത് ബുദ്ധിമാപനമാണ് ആൽഫ്രഡ് ബിനെ. ഇത് ശരിയാണ്. ബാക്കി ട്രയർക്കിക്ക് ആരുടെയാണ്? ട്രയർക്കിക്ക് നമ്മുടെ സ്റ്റേൺബർഗിൻ്റെ അല്ലേ? അത് നമ്മുടെ റോബർട്ട് ജെ സ്റ്റേൺബർഗിൻ്റെയാണ് ട്രയർക്കിക്ക്. പിന്നെ ഏതാണ്? ത്രിമുഖ സിദ്ധാന്തത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ത്രിമുഖ സിദ്ധാന്തത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇത് തന്നെ വരുന്നത്. ഏതാണ്? ഉള്ളടക്കം, ഉൽപ്പന്നം, മാനസിക പ്രക്രിയ എന്നിവയൊക്കെ വരുന്നതാണ് ഏത്? ത്രിമുഖ സിദ്ധാന്തം. അറിഞ്ഞൂടെ നമ്മുടെ റീൽ ഫോർഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തം? ഓക്കെ, അപ്പം അത് രണ്ടും ശരിയാണ്. പിന്നെ എന്താണ്? ബുദ്ധിമാനം ആൽഫ്രഡ് ബിനെ എന്നാണ് കൊടുത്തത്. ബുദ്ധിമാനം ആൽഫ്രഡ് ബിനെയുടെ അല്ല. പിന്നെ ആരുടെയാണ് ബുദ്ധിമാനം? വില്യം സ്റ്റേണിൻ്റെയാണ് ബുദ്ധിമാനം. വില്യം സ്റ്റേൺ. അപ്പം ഓപ്ഷൻ ബി ആണ് തെറ്റായത്. തെറ്റ് ഓപ്ഷൻ ബി. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്തത് 5ാമത്തെ ചോദ്യം. കൊളാഷ് നിർമ്മിക്കുന്ന കാര്യത്തിൽ അജു മിടുക്കനാണ്. ഹവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധി പ്രകാരം അജുവിനുള്ള ബുദ്ധി ഏത്? എ, ഭാഷാപരമായ ബുദ്ധി. ബി, യുക്തിചിന്താപരവും ഗണിതപരവും. സി, ദൃശ്യസ്തരപരമായ ബുദ്ധി. ഡി, വ്യക്തിയാന്തര ബുദ്ധി. ഓക്കെ, ഇത്രയും സമയം മതി. ഇതിനൊക്കെ ഇത്ര സമയം അനുവദിക്കാവൂ. ഹവാർഡ് ഗാർഡനർ, അദ്ദേഹത്തിൻ്റെ 9 ബഹുമുഖ ബുദ്ധികൾ, ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഹവാർഡ് ഗാർഡനറാണ്. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നിനകത്തും വരുന്നത്, വരാതിരിക്കുന്നത്. ഇത് സാധാരണയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കഴിവ് തരും, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏതാണ് വരുന്നത്? കൊളാഷ് നിർമ്മാണം, ദൃശ്യപരമായിട്ടുള്ള ബുദ്ധിയാണ് കൊളാഷ് നിർമ്മാണം. ഉത്തരം സി ആണ്. ഓക്കെ, സി. അടുത്തത് 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 6, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ദൃശ്യസ്ഥലപരം, ശാരീരിക ചലനപരം, കായികപരം, സംഗീതപരം. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ. ഓക്കെ, കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? കായികപരം. കാരണം എന്താ? കായികപരം എന്ന് പറഞ്ഞൊരു സാധനമില്ല. കായികപരം എന്ന് പറയുന്നത് ബുദ്ധി ഉണ്ടാവും ഇല്ല. ദൃശ്യസ്ഥലപരമുണ്ട്, ശാരീരിക ചലനപരമുണ്ട്, സംഗീതപരമുണ്ട്, പക്ഷെ കായികപരമില്ല. അതുകൊണ്ടാണ് അത് കൂട്ടത്തിൽ പെടാത്തത്. ഉത്തരം സി ആണ്. ഓക്കെ, അടുത്തത് 7ാമത്തെ ചോദ്യം. വിദ്യ മികച്ച രീതിയിൽ പഠിക്കുകയും നല്ല ജോലി വാങ്ങുകയും ചെയ്തു. എങ്കിലും ജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല.
കഴിയില്ല എന്നുള്ളതല്ല, ജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അവിടെ വരേണ്ടത്. ഇതിന് കാരണം ഗോൾമാൻ്റെ ചിന്തപ്രകാരം വിലയിരുത്തിയാൽ വിദ്യയ്ക്ക് വൈകാരിക മാനം കൂടുതൽ, ബുദ്ധിമാനം കൂടുതൽ, ബുദ്ധിമാനം കുറവ്, വൈകാരിക മാനം കുറവ്. ഗോൾമാനും ഇ ക്യു എന്ന ആശയത്തിൻ്റെ വക്താവാളാണ് ഗോൾമാനാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഉത്തരം ഇ ക്യു ആണെന്ന്. ഓക്കെ, ഇനി ഇ ക്യു കൂടുതലോ കുറവോ? ഇ ക്യു എന്താണ്? ഇ ക്യു കുറവാണ്. ഇ ക്യു കുറവായത് കൊണ്ടാണ് വിജയിക്കാൻ പറ്റില്ല. ഇ ക്യു കൂടുതലായിട്ടുള്ള വ്യക്തിക്ക് എന്താണ്? ജീവിത വിജയം കൈവരിക്കാൻ കഴിയും. അതായത് ഐ ക്യു അല്ല, ഇ ക്യുവിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞത് ആരാണ്? ഗോൾമാനാണ്. അല്ലെങ്കിൽ വൈകാരിക മാനത്തിന് ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആരാണ്? ഗോൾമാനാണ്, ഇല്ലേ? ഓക്കെ, അപ്പം അതിൻ്റെ ഉത്തരം ഡി ആണ്. 7ൻ്റെ ഉത്തരം ഡി. ഓക്കെ, 7ൻ്റെ ഉത്തരം ഡി. അടുത്ത 8ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയേത്? ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ അടിസ്ഥാനം വിവ്രജന ചിന്തനമാണ്. ഗിൽഫോർഡിൻ്റെ അടിസ്ഥാനത്തിൽ സർഗാത്മകതയുടെ അടിസ്ഥാനം വിവ്രജന ചിന്തനമാണ്. ബി, സർഗാത്മകതയുടെ ഘടകങ്ങൾ വാചാലത, വിഭ്രജന ചിന്തനം, പ്രശ്നപരിഹരണ ശേഷി, ഉൾക്കാഴ്ച, മൗലികത എന്നിവയാണ്. ഇത് വിപ്രജിത ചിന്തനം എന്നാണ് കൊടുത്തിട്ടുണ്ട്, വിവ്രജിത ചിന്തനം എന്നാണ്. ഓക്കെ. സി, സർഗാത്മകതയുടെ ഘട്ടങ്ങൾ സജ്ജീകരണം, അടയിരിക്കൽ, പ്രകാശനം, വിലയിരുത്തൽ എന്നിവയാണ്. ഡി എല്ലാം ശരിയാണ്. പെട്ടെന്നൊന്ന് നോക്കിക്കേ, നല്ല ചോദ്യമായത്. പെട്ടെന്ന് നോക്കിക്കേ. ഞാൻ ഈ ചോദ്യം ചെയ്തപ്പോൾ തെറ്റിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കിയേ, നിങ്ങൾക്ക് എല്ലാം ശരിയാവുന്നുണ്ടോ എന്ന് നോക്കിയേ. ഓക്കെ, മതി, സമയം കഴിഞ്ഞേ. അപ്പം ഇതിനകത്ത് ശരി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം നിങ്ങൾ ഒരുപാട് പേര് ചിന്തിക്കുക, ഞാൻ ചിന്തിച്ചത്, നിങ്ങളെല്ലാവരും മിടുക്കരായിരിക്കും, അതുകൊണ്ട് നിങ്ങളെല്ലാവരും വേറെ ഉത്തരം ചിന്തിച്ചായിരിക്കും. ഞാൻ ചിന്തിച്ചത് ഡി ആണ്, എല്ലാം ശരിയാണെന്ന്. പക്ഷേ ഈ എല്ലാം ശരിയാണെന്ന് ചിന്തിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനുള്ള കാരണം ഇതാണ്. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തിരിച്ചിട്ടിരിക്കുക. മനസ്സിലായേ? സർഗാത്മകതയുടെ ഘട്ടങ്ങളും തമ്മിൽ തിരിച്ചിട്ടിരിക്കുക. നമ്മുടെ സ്കൂൾ ടെസ്റ്റിൽ, നമ്മുടെ DLED ടെസ്റ്റിൽ വ്യക്തമായി സർഗാത്മകതയുടെ ഘടകങ്ങളേത്, സർഗാത്മകതയുടെ ഘട്ടങ്ങളേത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് തമ്മിൽ ഇവർ തിരിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അപ്പം ഇതും തെറ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷനും വരുത്തില്ല. അപ്പം പിന്നെ ഏതാ വരുന്നത്? ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ അടിസ്ഥാനം വിവ്രജന ചിന്തനമാണ്. വിവ്രജന ചിന്തനം എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. ഓക്കെ, അപ്പോൾ ഉത്തരം എ ആയിരിക്കും. 8ൻ്റെ ഉത്തരം എ. ഓക്കെ, അടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 9ാമത്തെ ചോദ്യം. സ്മിതയ്ക്ക് ഫോൺ നമ്പർ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പ്രത്യേക കഴിവാണ്. സ്മിതയ്ക്ക് ഡാഷ് ഓർമ്മ കൂടുതലാണെന്ന് പറയാം. സംഭവപരമായ ഓർമ്മ, അർത്ഥപരമായ ഓർമ്മ, പ്രക്രിയാപരമായ ഓർമ്മ ഇവയൊന്നുമല്ല. ഓർമ്മ എന്ന പോർഷനിൽ നിന്ന് വരുന്ന ചോദ്യമാണല്ലേ. ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഉത്തരം പറഞ്ഞോ. ഓക്കെ, ഇത്രയും സമയം മതി. ഓക്കെ, ഈ സംഭവങ്ങൾ ഓർത്ത് വെക്കുന്നതാണ് ഏത്? സംഭവപരമായിട്ടുള്ള ഓർമ്മ. നമ്മളിപ്പം ഇന്നലെ പോയപ്പം അവിടെ വെച്ചാൽ നമ്മുടെ അനിയൻ വീണു എന്നുള്ള സംഭവം ഓർത്ത് വെക്കുന്നു, അതാണ് സംഭവപരമായിട്ടുള്ള ഓർമ്മ. പിന്നെ ഏതാണ്? നമ്മളുടെ നൈപുണികൾ, കഴിവുകൾ, അതായത് സങ്കീർണ ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവ്, സൈക്കിൾ ചവിട്ടാനുള്ള കഴിവ്, വണ്ടി ഓടിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഓർക്കുന്നതാണ് ഏത്? പ്രക്രിയാപരമായിട്ടുള്ള ഓർമ്മ ആണല്ലേ. അപ്പം അർത്ഥപരമായിട്ടുള്ള ഓർമ്മ എന്തായിരിക്കും?
ഏതാണ്, അതായത് നമ്മൾ പേര്, ഫോൺ നമ്പർ, പാസ്വേഡ്, അങ്ങനെ പുനരുപയോഗിക്കേണ്ട സാധനങ്ങൾ ഓർക്കുന്നതാണ് ഏത്, അർത്ഥപരമായിട്ടുള്ള ഓർമ്മ. അപ്പം സ്മിത എന്താണ് ഓർത്ത് വച്ചിരിക്കുന്നത്, ഫോൺ നമ്പറാണ് ഓർത്ത് വച്ചിരിക്കുന്നത്. അപ്പം സ്മിതയ്ക്കുള്ളത് ഏതാണ്, അർത്ഥപരമായിട്ടുള്ള ഓർമ്മയായിരിക്കണം. ഉത്തരം ബി. 9ൻ്റെ ഉത്തരം ബി. അടുത്ത 10ാമത്തെ ചോദ്യമാണ് ഏടാ. 10ാമത്തെ ചോദ്യം, ദമന സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡയറക്റ്റ് ചോദ്യം. ദമന സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വില്യം വോണ്ട്, ഫ്രോയിഡ്, വൈഗോട്സ്കി, സ്കിന്നർ. ഓക്കെ, ഇത്രയും സമയം മതി. ദമന സിദ്ധാന്തം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏത് ദമന സിദ്ധാന്തം ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രോയിഡ്. ഓക്കെ ഓക്കെ അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. സ്റ്റാറ്റിസ്റ്റോസ്കോപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മറവി, താല്പര്യം, ശ്രദ്ധ, അഭിപ്രേരണ. ഇത് റെയർ ചോദ്യമാണ്. സ്റ്റാറ്റിസ്റ്റോസ്കോപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ശ്രദ്ധയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇത്. സ്റ്റാറ്റിസ്റ്റോസ്കോപ്പ് ശ്രദ്ധയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശ്രദ്ധയുടെ വ്യാപ്തി അളക്കുന്ന ഉപകരണമാണ് ഇത്. ഓക്കെ 12 നല്ല. ഓക്കെ, ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടെ മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുകയാണ്. മനുവിൻ്റെ ഈ സ്വഭാവം സൂചിപ്പിക്കുന്നത് ആന്തരിക അഭിപ്രായണ, ബാഹ്യ അഭിപ്രായണ, വർക്കിംഗ് മോഡലുകളുടെ താല്പര്യം, ശാസ്ത്ര വിഷയങ്ങളോടുള്ള ഇഷ്ടം. അപ്പം അഭിപ്രേരണ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വന്നിരിക്കുന്നത്. 12ാമത്തെ ചോദ്യം. ഓക്കെ, ഇത്രയും സമയം മതി. ഉത്തരം കിട്ടി കാണും. ഏതാണ്, ആന്തരിക അഭിപ്രായണയാണോ ബാഹ്യ അഭിപ്രായണയാണോ? ബാക്കി 2 ഉത്തരങ്ങൾ നമുക്ക് തള്ളിക്കളയാം. ഓക്കെ, ഉത്തരം ഏതാണ്? ഉത്തരം ബാഹ്യ അഭിപ്രേരണയാണ്. എന്താണ് ഈ ബാഹ്യ അഭിപ്രേരണ എന്ന് ഉത്തരം പറയുന്നത്? അതായത് ഏതാണ്, ഒരാളുടെ പ്രവൃത്തി ബഹുമാനമോ, സമ്മാനമോ, അംഗീകാരമോ എന്നിവയൊക്കെ നേടണമെന്ന ആഗ്രഹത്തിലാണ്. അതായത് മറ്റൊരാളെ ബോധിപ്പിക്കണം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കാണിക്കണം എന്നുള്ള രീതിയിൽ, ഒരാളെ കാണിക്കണം എന്നുള്ള രീതിയിൽ വരുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്തേ വരൂ, ബാഹ്യ അഭിപ്രേരണയെ വരൂ. എന്നാൽ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളി നിങ്ങൾ കളിക്കുന്നു, നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമായത് കൊണ്ട് നിങ്ങൾ പോകുന്നു, നിങ്ങൾക്ക് ശാസ്ത്രം ഇഷ്ടമായത് കൊണ്ട് നിങ്ങൾ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നു, അതെല്ലാം ഏതായിരിക്കും? ബാഹ്യ അഭിപ്രേരണയാണ്. ഇവിടെ മനു എങ്ങനെയാണ് ഏതാണ് വർക്കിംഗ് മോഡൽ ഉണ്ടാക്കിയ എന്തിനാ? 1ാം സ്ഥാനം നേടാൻ വേണ്ടിയാ. അപ്പം 1ാം സ്ഥാനം നേടാൻ വേണ്ടി, അതായത് മറ്റൊരു സ്ഥാനം നേടുക, സമ്മാനം നേടുക, നേട്ടങ്ങൾ ഉണ്ടാക്കുക, ബഹുമാനം നേടുക, ഇതെല്ലാം ഇതിനകത്ത് വരും, ബാഹ്യ അഭിപ്രേരണ. ഉത്തരം ബി. ഓക്കെ, അടുത്തത് 13ാമത്തെ ചോദ്യം. വിരൽ വേഗ പരീക്ഷ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഭിപ്രേരണ, അഭിരുചി, മനോഭാവം, താല്പര്യം. വിരൽ വേഗ പരീക്ഷ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഭിപ്രേരണ, അഭിരുചി, മനോഭാവം, താല്പര്യം. വിരൽ വേഗ പരീക്ഷ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഭിക്ഷമതയുമായി ബന്ധപ്പെട്ടതാണ് വിരൽ വേഗ പരീക്ഷ. ഉത്തരം അപ്പം എ, വിരൽ വേഗ പരീക്ഷ അഭിക്ഷമം. ഓക്കെ, അടുത്ത 14ാമത്തെ ചോദ്യമാണ് ഏടാ. 14ാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ ആദ്യ വിദ്യാലയം ആയി പരിഗണിക്കാവുന്നത്. ഒരു വ്യക്തിയുടെ ആദ്യ വിദ്യാലയമായി പരിഗണിക്കുക. ലൈബ്രറി, അംഗനവാടി, പ്രൈമറി സ്കൂൾ, കുടുംബം. ഇത്ര സമയമൊന്നും വേണ്ടല്ലോ അതിന്. ഡി, കുടുംബമാണ്. ഓക്കെ, അടുത്തത് 15ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. പഠനശൈലിയിൽ ഉൾപ്പെടാത്തത് ഏത്? വിഷ്വൽ ലേണിംഗ്, ഓഡിയോ ലേണിംഗ്, കൈനറ്റിക് ലേണിംഗ്, ഇവയല്ല. പഠനശൈലിയിൽ ഉൾപ്പെടാത്തത് ഏതാ? ഇതിനകത്ത് ഡിയുടെ ഓപ്ഷൻ തെറ്റാണ്. ഇവയെല്ലാം ഉൾപ്പെടും എന്നാണ് ഡിയുടെ ഓപ്ഷൻ.
ഇവയെല്ലാം ഉൾപ്പെടുമെന്നാണ് ഡിയുടെ ഓപ്ഷൻ. ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി, ഇവയെല്ലാം ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ ഉത്തരം എന്തായിരിക്കും? തിരുത്തിയത് കൊണ്ട് തന്നെ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. അതായത് എന്താണ്, ഈ നമ്മളുടെ പഠനശൈലിയിൽ വിഷ്വൽ ലേണിങ്, നമ്മുടെ ദൃശ്യപരമായിട്ടുള്ള ഓഡിയോ ലേണിങ്, നമ്മളുടെ എന്താണ് കേൾക്കുന്നത് പരമായിട്ടുള്ള, പിന്നെ ഏതാണ് കൈനറ്റിക് ലേണിങ്. കൈനറ്റിക് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്തുവാ? സ്പർശം, ചലനം എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തി വരുന്നതല്ലേ കൈനറ്റിക് ലേണിങ്. അപ്പം കൈനറ്റിക് ലേണിങ് എന്നിങ്ങനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലേക്കും ക്ലാസ് എത്തിക്കുക. നന്ദി.